ഞാനൊരു കാര്യം കാണിക്കാം, അത് എന്താന്ന് പറയാവോ? എനിക്കിത് അറിയത്തില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇതെന്തോന്ന് പറ. എനിക്കറിയത്തില്ല, അറിയാമെങ്കിൽ ഞാൻ പറയത്തില്ല. ഇതാണ് ഇവിടുത്തെ പൊട്ടാറ്റോ. ഓ, പൊട്ടറ്റോ ആണ്. ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് ഈ നാട്ടിൽ ഉണ്ടോ? ഈ നാട്ടിൽ ഇതുപോലത്തെ ഉരുളക്കിഴങ്ങ് ഉണ്ട്, പക്ഷെ നാട്ടിലുള്ളവർക്ക് അറിയില്ല. വെളിനാട്ടിലുള്ള ആൾക്കറിയാം അല്ലേ? കറക്റ്റ്. അപ്പൊ ഞാൻ മേടിച്ചെന്തോന്ന് വെച്ചാ ഇത് പിന്നെ കപ്പക്കിഴങ്ങ് മാതിരി തോന്നി എനിക്ക്. കപ്പക്കിഴങ്ങല്ല, ഇത് ഉരുളക്കിഴങ്ങ്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇത് നമ്മള് കൂട്ടാനും എല്ലാത്തിനും ഉപയോഗിക്കാം. എല്ലാ കൂട്ടാനുണ്ട്, അതേ ടേസ്റ്റ് തന്നെ. തൊലി മാത്രം കളറായി. അപ്പൊ ഇത് മധുരമുണ്ടോ? മധുരമൊന്നുമില്ല. സാധാരണ ഉരുളക്കിഴങ്ങ് പോലെ ടേസ്റ്റും അതേപോലെ തന്നെ. തൊലിക്ക് ആ കളറ്. അത് ശരി. അങ്ങനെ ഓരോന്നുണ്ട് അല്ലേ? ആ, ഇതിന്റെ പേരറിയാം നിങ്ങൾക്ക്? ആരെങ്കിലും ഇത് മനസ്സിലാക്കുന്നോ? ഇത് എന്തുവാന്ന്? ഇതാണ് ബട്ടർ ഫ്രൂട്ട്. ഇവിടുത്തെ ബട്ടർ ഫ്രൂട്ട് പഴുത്ത ബട്ടർ ഫ്രൂട്ടാണ്. പഴുത്ത ബട്ടർ ഫ്രൂട്ടായിട്ട്. ഇതെന്തുവാന്നറിയാമോ? ഇതെന്തോന്ന് അറിയാമോ? ഇതാണ് സഫർജല്ലി, പേരക്ക. ഇത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പച്ചയായിരിക്കും, ഇവിടുത്തെ യെല്ലോ ഉണ്ട്. ഇതാണ് നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇത് നാട്ടിൽ ആരും കണ്ടിട്ടില്ല. കണ്ടവരുണ്ടാവാം, നമുക്കറിയാം. വെളിനാട്ടിൽ വന്നവർക്കറിയാം. ഓസ്ട്രേലിയ, കാനഡ, UK, ലണ്ടൻ, തായ്ലൻഡ്, അങ്ങനെ രാജ്യങ്ങളിൽ പോയാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം. അവര് കടയിൽ കൂടെ അവര് ഇത് തന്നെ 3 വെറൈറ്റി ഉണ്ട്. ഒന്ന് നാട്ടിലെ ഉരുളൻകിഴങ്ങ് കളറ്, ഇതൊന്ന് ഇനി ഒരു കളർ കൂടെ ഉണ്ട്, പിങ്ക്. ഇതേ കളറിലെ കപ്പക്കിഴങ്ങും ഉണ്ട്. അത് അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം. കപ്പക്കിഴങ്ങ് ഭയങ്കര മൂലുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട.